പ്രൊഫഷണലി എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ദേ ഓൾവേസ് വാണ്ട് us ടു ഗെറ്റ് എ ഗവൺമെൻറ് ജോബ്. വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് അവർക്ക്. ആ പാട്ട് പാടും, എൻ്റെ മകൾ ഗവൺമെൻറ് ജോലി ചെയ്തതിൻ്റെ കൂട്ടത്തിൽ പാട്ടും പാടും എന്നുള്ളതാണ് അവർക്ക് വേണ്ടത്. അപ്പം ഇപ്പോ പാട്ടുകാരിയായപ്പോ എന്താണ് ഫാമിലിയിലൊരു സംസാരം? അവർക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ എന്നെ കൊണ്ട് പാട്ടുപാടി അവരുടെ മെയിനായിട്ടുള്ള ശരിക്കും ഇത് പ്രൗഡല്ലേ നമ്മള്? ഇപ്പൊ അവര് പ്രൗഡാണ്. പിന്നെ സക്സസ്ഫുൾ ആയിട്ട് തെളിയിച്ചപ്പോൾ പ്രൗഡാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ഫെയിലിയർ ആണെന്നെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കുമല്ലോ. ഇത് ഈ പാട്ട് എടുത്തത് കൊണ്ട് ഇവിടെ നന്നായില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ ഇത് വളരെ വളരെ കോമ്പറ്റീറ്റീവ് ഫീൽഡ് അല്ലേ, വളരെയധികം കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്. പക്ഷെ അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഈ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഏത് ഫീൽഡിലാണെങ്കിലും വിജയിക്കും. അതിപ്പോൾ പാട്ടിൽ കഴിവുള്ളത് കൊണ്ട് വിജയിക്കുന്നു. പാട്ടിൽ കഴിവില്ലാതെ വന്നിട്ട് പാട്ട് പാടാന്ന് വെച്ചാൽ നമുക്ക് പാട്ടും ഡാൻസും ഒക്കെ കഴിവുള്ളത് കൊണ്ടാണ് ചെയ്തിട്ട് വിജയിക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കില്ല. കഴിവും ഭാഗ്യവും ഹാർഡ് വർക്കും. അതെ, അല്ല, കഴിവ് വേണം, ഹാർഡ് വർക്ക് വേണം, പിന്നെയാണ് ഭാഗ്യം വരുന്നത്. എപ്പോഴും ഭാഗ്യം ഏറ്റവും അവസാനത്തെ പോയിന്റ് ആണ്. ഈ ആദ്യത്തെ 2 കാര്യങ്ങൾ ഉണ്ടാവണം. ഇപ്പൊ ഫാമിലിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പൊ അഭയ ലീഡ് ചെയ്ത ഒരു ലൈഫുണ്ട്, ഫാമിലി ലൈഫ്. അപ്പം ആ ഫാമിലി ലൈഫിനെ ഇപ്പോഴാണ് സൊസൈറ്റിയിൽ 1% അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത്. പണ്ടൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഗതിയായിരുന്നു. പക്ഷെ ഇപ്പോ കൂടുതൽ ചെറുപ്പക്കാര് ലിവിങ് ടുഗദറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ ചെറുപ്പക്കാർക്ക് മാരേജ് വേണ്ട, മാരേജ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനോട് തന്നെ പലർക്കും ഒരു ഭയമാണ്. അത് ആണുങ്ങളും അതെ, പെണ്ണുങ്ങളും അതെ. മാത്രമല്ല ഇനിയിപ്പോ കല്യാണം കഴിച്ചവര് തന്നെ കുട്ടികൾ വേണ്ട എന്നുള്ളൊരു ഇരിക്കുന്നു. കാരണം എല്ലാം ഓരോ ചോയ്സ് ആണ്. എല്ലാവർക്കും പേഴ്സണൽ ചോയ്സ് ഉണ്ട്. അത് സൊസൈറ്റിയുടെ നോംസ് അല്ല, പേഴ്സണൽ ചോയ്സ്. സന്തോഷമായിട്ടിരിക്കാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് അത് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും ഈ സൊസൈറ്റി ഇത്രയും വളർന്നിട്ടില്ലാത്തൊരു സാഹചര്യത്തില് വളരെയധികം ഫൈറ്റ് ചെയ്ത ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുക. ആ സമയത്ത് ഫാമിലിയുടെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അവരിങ്ങനെ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടില്ലേ? അത്തരം സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് മറികടന്നത്? അല്ല, ആ സാഹചര്യം മറികടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഫൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യുക. ഈ പറയുന്ന മാതിരി റിബലായിരുന്നല്ലോ പണ്ട് തൊട്ടേ. അപ്പൊ ഈ റിബലിസം എൻ്റെ ജീവിതത്തിലും ഈ ഒരു ഫാമിലി ലൈഫിലും ഞാൻ ഒബ്വിയസ്ലി ഒരിക്കലും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കല്യാണം, എന്താ, അച്ഛനും അമ്മയും ആലോചിച്ചു ഉണ്ടാക്കുന്ന ഒരു കല്യാണത്തിലൊന്നും പോകില്ല എന്നുള്ളത് ചിലപ്പോൾ അവർക്കും തോന്നിയിട്ടുണ്ടാവണം. കാരണം അവരുടെ മകളാണല്ലോ, അവരുടെ കാഴ്ചപ്പാട്, അവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഞാനത് ചെയ്യുന്നുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകളിനെക്കാട്ട് കുറച്ചും കൂടെ മുന്തിയതാണോ എന്ന് എനിക്കറിയില്ല. റിലേറ്റീവ്ലി വലിയ കാഴ്ചപ്പാടുകളാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ വിവാഹ ജീവിതവും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജീവിതവും ഒക്കെ അതിൻ്റെ കൺവെൻഷണൽ രീതിക്ക് പോയിക്കഴിഞ്ഞാൽ വർക്കൗട്ട് ആവില്ല എന്ന് അവരും വിചാരിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം. പക്ഷെ എന്നാൽ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ടാക്കിൾ ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഈ റിബൽ. കാരണം സാധാരണഗതിയിൽ നമ്മൾ ഈ റിബൽ ആവുന്നത് നമ്മളുടെ വായനയും സിനിമയും യാത്രകളൊക്കെയാണ് ഒരു മനുഷ്യന്റെ ചിന്തകളെ പലപ്പോഴും രൂപപ്പെടുത്തുന്നത്. നമ്മളുടെ അച്ഛനും അമ്മയും നമ്മളെ സ്വാധീനിക്കുമെങ്കിലും കൂടുതൽ വളരുമ്പോഴും നമ്മളുടെ വായന സ്വാധീനിക്കും, ചില സിനിമകൾ സ്വാധീനിക്കും, കൂട്ടുകാർ സ്വാധീനിക്കും. ഈ ഒരു പോരാടണം, എനിക്ക് ഫൈറ്റ് ചെയ്യണം, എൻ്റെതായിട്ടുള്ള റൂൾസിൽ എനിക്ക് ജീവിക്കണം എന്നുള്ള ആ ഒരു ഊർജം എവിടെ നിന്നാണ് അഭയ്ക്ക് കിട്ടിയത്? അത് എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം. അതായത് ഇത് ഈ പോരാടണം എന്ന് വിചാരിച്ച് പോരാടുന്നതുകൊണ്ടല്ല. Again, I am telling you, I don't want to be a rebel. I always want to be a... ഫാമിലിയിൽ കുറച്ച് കൺവെൻഷൻ ആയിട്ടുള്ള തിങ്കിങ് ആയിരുന്നില്ല? അതെ, ഫാമിലിയിൽ കൺവെൻഷണൽ ആയിട്ടുള്ള തിങ്കിങ്. ആ കൺവെൻഷണൽ തിങ്കിങ് ശരിയല്ല എന്നുള്ള ഇത് നമുക്ക് തോന്നുമല്ലോ. ഇതെന്താ ഇങ്ങനെ, ഇതൊരു ന്യായമില്ലല്ലോ. ഇതിപ്പോ എല്ലാരും സാരി ഉടുത്തോണ്ടിരിക്കുന്നു, നീയും സാരി ഉടുക്കണം. അപ്പൊ എന്റെ ചോയ്സ് എന്ന് പറയുന്നത് സാരിയല്ല, എനിക്ക് ജീൻസ് ഇടാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ചോയ്സിനെ മാനിക്കേണ്ടത് കാരണം എനിക്ക് ദൈവം തന്നിട്ടുള്ള ശരീരമാണ്. ദൈവത്തിനെയാണ് നമ്മൾ മാനിക്കേണ്ടത്. കാരണം ദൈവമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും നീ ചെയ്തോളൂ. നിനക്ക് ഒരു പർട്ടിക്കുലർ ഇപ്പോൾ ഒരു സൊസൈറ്റിയുടെ ഒരു നോംസിനനുസരിച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം കാലം എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഈ നാട്ടുകാർ പറഞ്ഞിട്ട് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെക്കാട്ടിലും
കാട്ടിലും നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക എന്നുള്ളതാണല്ലോ അതിനൊരു എന്താ പറയാ, അതിനൊരു ഭംഗി ഉണ്ടാവുക. നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുമ്പോഴാണ് അതിനൊരു എന്താ പറയാ, ലൈഫിന് ബ്യൂട്ടി ബ്യൂട്ടിഫുൾ നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത് ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് എപ്പോഴും ഞാൻ ചിന്തിക്കാറ്. ഞാൻ ഇപ്പോഴും അമ്മയുടെ അടുത്ത് പറയുന്ന കാര്യം, അമ്മ ഇപ്പോൾ സൽവാർ ഇടാൻ തുടങ്ങിയിട്ട് ഒരു പ്രോപ്പറായിട്ട് എല്ലാ ഒരു സാരി ഉടുക്കുന്നതിന് പകരം അമ്മയ്ക്ക് ഈസി ആയിട്ട് സൽവാർ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഒരു 3 years ആയിട്ടേ ഉള്ളൂ. അതുവരെയും അമ്മ എവിടെയെങ്കിലും ഒരു മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ പോലും സാരി എടുത്തോണ്ടാണ് പോകുന്നത്. അപ്പോൾ വാട്ട് ഷീസ് ടെല്ലിങ് ഈസ് ഓപ്പോസിറ്റ് വീട്ടിൽ അല്ലെങ്കിൽ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാരൊക്കെ എന്ത് പറയും, സൽവാർ ഇട്ടുകൊണ്ട് നടക്കുന്ന കണ്ടില്ലേ ഈ വയസ്സായിട്ട് എന്ന് പറയുമെന്നുള്ള പേടി. അവർ പറയില്ല എന്നുള്ള സെക്കൻഡറി. ആ പേടിയിലാണ് അമ്മ ജീവിക്കുന്നത്. എന്തിനാ പേടിക്കണം എന്നുള്ളതേ ഞാൻ എപ്പോഴും ചോദ്യം ചെയ്യാറുള്ളൂ. അത് ഞാനും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അവരതിനെ പേടിക്കുന്നത്? കാരണം സൊസൈറ്റിയുടെ ഉള്ളിൽ നിന്ന് അവർ വ്യത്യസ്തപ്പെട്ട് വെളിയിൽ പോകും എന്നുള്ളത് കൊണ്ട്. ലൈക്ക് വാട്ട് യു ആദ്യമേ പറഞ്ഞ പോലെ ബ്ലാക്ക് ഷീപ്പ് ആണല്ലോ. ബ്ലാക്ക് ഷീപ്പായിട്ട് നിൽക്കുമ്പോൾ ആൾക്കാർ അവജ്ഞയോടെ ആയിരിക്കും കാണുക. ആ ഒരു അവജ്ഞയൊന്നും എടുക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഒറ്റപ്പെടൽ അവർക്ക് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എനിക്ക് ആ ഒറ്റപ്പെടൽ ഓക്കെ ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. അറ്റ്ലീസ്റ്റ് ഐ ആം ഡൂയിങ് ജസ്റ്റിസ് ടു മൈസെൽഫ്. യാ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് സൊസൈറ്റിയുടെ നോംസ് അനുസരിച്ചല്ലാതെ അഭയുടേതായിട്ടുള്ള റൂൾസിലാണ് അഭയ ജീവിക്കുന്നത്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ടല്ലേ അഭയ്ക്ക് ഇപ്പൊ അങ്ങനെ ജീവിക്കാൻ പറ്റുന്നത്? ഞാൻ പണ്ടേ അങ്ങനെയായിരുന്നു. ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആകുക എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 3 years ശേഷമാണല്ലോ ഞാൻ ഫിനാൻഷ്യലി നിങ്ങൾ അറിയുന്ന ഒരു ഇൻഡിപെൻഡൻസിൽ എനിക്ക് കിട്ടുന്നത്. ഞാൻ എൻ്റെ 17, 18, 19 ഇയേഴ്സ് ഒക്കെ ഞാൻ ആങ്കറിങ് ചെയ്യുമായിരുന്നു. ഞാൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ആങ്കറിങ് ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരുന്നു. അതിനു മുന്നേയും ഞാൻ സ്കൂളിൽ എന്താ പറയുക, സ്ലീവ്ലെസ് ആയിട്ട് ഡ്രസ്സ് ഇട്ടിട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ഞാൻ അത് ഇട്ടുകൊണ്ട് പോവുമായിരുന്നു. അതിന് സിസ്റ്റേഴ്സ് വഴക്ക് പറയുമായിരുന്നു. പക്ഷേ ഐ ഡോണ്ട് കെയർ, ഞാൻ അത് ഇട്ടുകൊണ്ട് പോവുമായിരുന്നു. കാരണം എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് മാത്രം അല്ല അത് നടക്കുന്നത്. അത് നമ്മൾ വിചാരിക്കണം, നമ്മുടെ ആഗ്രഹമാണത്. എനിക്ക് തോന്നുന്നു ഈ മക്കളെ രാജകുമാരിമാരെ പോലെ കാണുന്ന അച്ഛന്റെ മകളായത് കൊണ്ടായിരിക്കാം. എപ്പോഴും പറയാറുണ്ട്, ഈ അച്ഛന്മാര് നല്ല അച്ഛന്മാരാകുമ്പോ പെൺമക്കൾക്ക് അവരുടേതായിട്ടുള്ള നിലപാടും അവരുടേതായിട്ടുള്ള റൂൾസ് ഒക്കെ വരുമെന്ന്. അത് ശരിയാണോ? തീർച്ചയായിട്ടും അച്ഛന്റെ നന്മ തന്നെയാണ് അതിന്റെ ഒരു അവര് കാണുന്ന ആദ്യത്തെ പുരുഷൻ അവരുടെ അച്ഛനല്ലേ? അതെ. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ ഒരു അവരുടെ കാഴ്ചപ്പാട്. ഞാൻ പറയട്ടെ, ഫാദറിന്റെയും മദറിന്റെയും കാഴ്ചപ്പാടുകളുടെ ഒരു 80% നമ്മൾ എന്ന് പറയുന്നത്. അവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളിലാണ് അവർ മക്കളിലൂടെ ചെയ്യുന്നത്. അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. നമ്മള് അവരുടെ ആഗ്രഹം ചിലപ്പോൾ അവർക്ക് ഒരു എന്താ പറയുക, ഒരു 10 മണിക്ക് ശേഷം അമ്മയ്ക്ക് ചിലപ്പോൾ 10 മണിക്ക് ശേഷം അവരുടെ കുട്ടിക്കാലത്ത് 10 മണിക്ക് ശേഷം ഒറ്റയ്ക്ക് അവരുടെ പെൺസുഹൃത്തുക്കളുമായിട്ട് വെറുതെ റോഡിൽ കൂടെ നടന്നു പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കണം. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നിട്ടില്ല. ഇല്ല, ആ ആഗ്രഹം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് നമുക്കൊരു കുഞ്ഞുണ്ടാകുന്ന സമയത്ത് അത് എങ്ങനെയോ സംഭവിച്ചു പോകുന്ന കാര്യമാണ്. അതൊരു നിയോഗമായിട്ട് മാറുന്നതാണ്. അതൊരു ബാക്കി പത്രമാണ് നമ്മള്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണാൻ ശ്രമിക്കുന്നത്. അപ്പൊ അവർക്ക് അവരിപ്പോഴും കൺവെൻഷനലായിട്ട് ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ജീവിതത്തിന്റെ ബാക്കിയായിട്ടാണ്. ഇപ്പോ കുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ പലപ്പോഴും മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുകയാണ് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. നമ്മൾ മാക്സിമം ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാക്കാതിരിക്കണം നമ്മളുടെ മനുഷ്യ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യം. ഈ സക്സസിന്റെ പിന്നാലെയും ഗ്ലാമറിന്റെ പിന്നാലെയും പണത്തിന്റെ പിന്നാലെയാണ് എപ്പോഴെങ്കിലും ഓട്ടമെങ്കിലും മാക്സിമം ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക. അപ്പോൾ അഭയ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം സംഗീതത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, വളരെ തിരക്ക് പിടിച്ച ഷെഡ്യൂളാണ്. പക്ഷെ എപ്പോഴെങ്കിലും ലൈഫിന്റെ ഏതെങ്കിലും ഒരു മനോഹരമായ മൊമെന്റില് ഒറ്റയ്ക്കിരുന്ന് ഏതെങ്കിലും പുസ്തകം വായിക്കുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു കുട്ടിയെ വേണം, എനിക്കൊരു കുഞ്ഞിനെ ലാളിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അത് എന്താ പറയാ, അതിന്റെ ഒരു ടൈം പീരീഡ് എനിക്ക് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. മേ ബി എൻ്റെ ഒരു 25-26 ഇയേഴ്സിലൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക്
വർക്ക് ചെയ്യണം, ലൈഫ് സക്സസ്ഫുൾ ആക്കണം എന്നുള്ള ചിന്തയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല കാരണം ഇപ്പൊ പലരും ഇപ്പൊ ലൈഫിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്ന നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടായി. എന്നെ സംബന്ധിച്ചും ജീവിക്കുക എന്നുള്ളതാണ്. ഇൻ ദിസ് മൊമെന്റ് ഐ ഹാവ് ടു ലീവ് എന്നുള്ളതാണ്. ആ മൊമെന്റ് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിനുശേഷം ഈ മൊമെന്റിൽ ജീവിക്കുക. മൊമെന്റിൽ ജീവിക്കുക. അപ്പൊ ഈ വായിക്കുന്ന പുസ്തകങ്ങളിലെ ഒരുപാട് ക്യാരക്ടേഴ്സ് കാണുമല്ലോ. നമ്മൾ സിനിമ കാണുമ്പോൾ കുറച്ച് ക്യാരക്ടേഴ്സ് കാണും, പക്ഷെ ഒരു പുസ്തകത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് കാണും. ഈ ക്യാരക്ടേഴ്സിൽ എപ്പോഴെങ്കിലും ഈ ഒരു ക്യാരക്ടർ ഞാൻ അഭിനയിച്ചാൽ നല്ലതായിരിക്കും, ഈ ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, ആ ക്യാരക്ടറിന്റെ ഇമോഷനും എന്റെ ഇമോഷൻസും തമ്മിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ഒരു ക്യാരക്ടർ വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ ഒരുപാട് സിനിമകൾ കാണും, ഭയങ്കര മൂവി ബഫാണ് ഞാൻ. എല്ലാ തരത്തിലുള്ള സിനിമകൾ കാണും. മലയാളം പഴയ പടങ്ങൾ എൻ്റെ അമ്മ എന്നെ ഇരുത്തി കാണിപ്പിക്കാറുണ്ട്. അച്ഛൻ തമിഴ് പഴയ പടങ്ങൾ. അപ്പോൾ ഈ മലയാളം തമിഴ് പഴയ സിനിമകൾ തൊട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വലിയ ഒരു വൊക്കാബുലറി എന്ന് പറയാൻ പറ്റില്ല, വലിയൊരു ലൈബ്രറി അവരെന്നെ കാണിച്ചിട്ടുണ്ട്. പഴയ സിനിമകളും കാണിച്ചിട്ടുണ്ട്. ഈ സിനിമകളൊക്കെ എനിക്ക് സിനിമയാണെങ്കിലും പുസ്തകമാണെങ്കിലും ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആവുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ, അറിയാതെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ പുസ്തകങ്ങൾ വായിച്ചിട്ടല്ല എനിക്കൊരു കുഞ്ഞ് വേണം എന്നുള്ളൊരു ആഗ്രഹം. കുഞ്ഞല്ല ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ഇങ്ങനെ മദർലി ഇൻസ്റ്റിങ്ക്റ്റ് അല്ല, നമ്മളേതായിട്ടുള്ള ഒരു നിലപാടുണ്ടാക്കുക, കാഴ്ചപ്പാടുണ്ടാക്കുക, മാറി നിൽക്കുക, അതെല്ലാം ഈ പുസ്തകങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. അത് വൺ ഓഫ് ദ പോയിന്റ് മാത്രമാണ്. ഇത് എത്ര പേർക്ക് പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇന്ന് ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 2 സെക്കൻഡ് പോയിട്ട് പിന്നെയും തിരിച്ചു വന്ന് കൗച്ചിലിരിക്കും. അങ്ങനെ കൗച്ചിലിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കൊണ്ട് എന്താ കാര്യം? അത് പോസിറ്റീവായിട്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം, നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ ആദ്യം അഗ്നിസാക്ഷി എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ആദ്യം കാണുന്നത്. എന്നിട്ടാണ് ഞാൻ പോയി പുസ്തകം വായിക്കുന്നത്. അപ്പൊ സിനിമ ഈ പുസ്തകം സിനിമയാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമാണോ ദോഷമാണോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിലായിട്ട് എടുക്കുന്നതാണ്. അപ്പൊ ശ്യാം സാറിന്റെ പെർസ്പെക്റ്റീവിലാണ് സിനിമ. പുസ്തകം വായിക്കുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവാണ്, നമ്മുടെ ചിന്തകളാണ് വരുന്നത്. നമ്മുടെ ഈ ഭയങ്കര സ്വപ്നത്തിൽ ജീവിക്കുന്ന മാതിരി നമ്മുടെ മനയും നമ്മുടെ തങ്കവും പിന്നെ തങ്കത്തിന്റെ ഹസ്ബൻഡും പിന്നെ ശോഭന മാമിന്റെയും അവരുടെയും രജത് കപൂറിന്റെയും ക്യാരക്ടേഴ്സും ഒക്കെ നമുക്ക് നമ്മുടേതായ രീതിക്ക് ഇന്ന് ആലോചിക്കാൻ പറ്റും. സിനിമ എന്ന് പറയുമ്പോൾ സിനിമയുടെ. പക്ഷെ ഏറ്റവും രസം എനിക്ക് അഗ്നിസാക്ഷി എന്ന് പറയുന്ന സിനിമയും പുസ്തകവും എനിക്ക് ഒരേപോലെ ഇഷ്ടമാണ്. പുസ്തകം കുറച്ചും കൂടെ ഇഷ്ടമാണ്. സിനിമ അത്രയും മനോഹരമായിട്ട് സാർ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അഗ്നിസാക്ഷി എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എന്ത് രസമാണ് അതിൻ്റെ സാഹചര്യങ്ങളും അതിൻ്റെ ഭാഷയും അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പ്രണയവും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുന്ന വാക്കുകളും ഒക്കെ. പിന്നെ ടി.ഡി. രാമകൃഷ്ണന്റെ പുസ്തകം ഈ എന്താ പറയാ, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. അപ്പോൾ അതും ഞാൻ ശ്രീലങ്കയിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് പുസ്തകം റിലീസ് ചെയ്യുന്നത്. അടുത്ത വർഷമാണ് പുസ്തകം റിലീസ് ചെയ്യുന്നത്. ഒരു പക്ഷെ ഞാൻ പുസ്തകം വായിച്ചിട്ടാണ് ശ്രീലങ്കയിൽ പോയിരുന്നെങ്കിൽ എൻ്റെ പെർസ്പെക്റ്റീവ് തന്നെ ഭയങ്കരമായിട്ട് മാറിയനെ. അതിൻ്റെ ചിന്ത ഇപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ നോക്കുന്ന വിധം മാറിയനെ. ശ്രീലങ്ക പോയതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പുസ്തകവും വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇപ്പോ പുസ്തകത്തെ കുറിച്ച് പറയുമ്പോഴാണ്, അതായത് ഈ പ്രണയം എന്നുള്ളൊരു വികാരമുണ്ട്, നമുക്ക് ഏറ്റവും സുഖകരമുള്ള വികാരമാണ്, അതേസമയം വേദനയുള്ള സുഖമുള്ള വികാരമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് ഹിരൺമയിക്ക് തോന്നിയിട്ടുള്ളത്? ആണല്ലോ, കോയിന്റെ 2 സൈഡ് പോലെയാണല്ലോ. കോൺട്രാഡിക്ഷൻ, ഞാൻ പറഞ്ഞില്ലേ, കോൺട്രാഡിക്ഷൻ ആണ് എല്ലാ കാര്യങ്ങളും. ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും കോൺട്രാഡിക്ഷൻ. ഈ കോൺട്രാഡിക്ഷന്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ ഈ ഏത് തലത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊന്നിട്ട് ഇൻ ബിറ്റ്വീൻ പിടിക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. ഇൻ ബിറ്റ്വീനിൽ നിന്നിട്ട് അതിന്റെ സുഖവും അതിന്റെ ദുഃഖവും അനുഭവിക്കുക എന്നുള്ളതാണ്. അത് സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട് എന്നുള്ളതാണല്ലോ. അത് ആ ദുഃഖം അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്, അത് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്.